ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് പാൽ വട്ടപ്പത്തിരിന്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ ഒറോട്ടിയെല്ലാം ചെയ്തെടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഏകദേശം ചെയ്തെടുക്കുന്നത്, എന്നാൽ ചെറിയ ചെറിയ ചേഞ്ചസും ഉണ്ട്. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോ 3 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ പത്തിരിപ്പൊടിയാട്ടോ എടുത്ത് വെച്ചത്. നൈസ് ആയിട്ടുള്ള നമ്മളെ ഒറോട്ടിയെല്ലാം ചൂടുന്ന ആ ഒരു പത്തിരിപ്പൊടി. ഇത് ഞാനിപ്പോ ഈ ഒരു ആമീസിന്റെ പത്തിരിപ്പൊടിയാട്ടോ എടുത്തത്. അപ്പൊ നിങ്ങൾ ഏതാ പത്തിരിപ്പൊടി എടുക്കലെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ അങ്ങനെ എടുക്കാം. അപ്പൊ നിങ്ങളെ കയ്യിൽ പച്ചരിന്റെ പൊടിയാണ് ഉള്ളതെങ്കിൽ അത് എടുക്കാം, കുഴപ്പമില്ല. പക്ഷെങ്കിൽ പച്ചരിപ്പൊടിയാണെങ്കിൽ നമ്മൾ നെയ്സ് പത്തിരിക്ക് നമ്മൾ എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് ആ ഒരു രീതിയിൽ തിളച്ച വെള്ളത്തിൽ അങ്ങനെയായിട്ട് അത് കുഴച്ചെടുക്കേണ്ടി വരും. ഇതിപ്പോ ഞാൻ പത്തിരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പച്ചവെള്ളത്തിലാട്ടാ കുഴക്കുന്നത്. അപ്പൊ ഇതാ 3 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഞാനിപ്പോ പച്ചവെള്ളത്തിലാണേ കുഴക്കുന്നത്. വെള്ളം നോക്കി നോക്കി അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കയ്യിൽ വെച്ച് ഉരുട്ടാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ എത്തിക്കുന്നവരെ കുഴച്ചിട്ടെടുക്കാം. ഇതാ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ അങ്ങനെ കിട്ടണം. അപ്പൊ ഇതാ പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കടുത്ത് ഇത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ച ആ ഒരു പൊടിയിൽ നിന്ന് ചെറിയൊരു പോർഷന് ഈ ഒരു രീതിയിൽ ഇങ്ങനെ എടുക്കാം. ഇത് ചെയ്യുന്ന സമയത്ത് കയ്യിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ട് ആക്കി കൊടുക്കാം ഫസ്റ്റ്. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. നമ്മൾ ഒറോട്ടി ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഓയിലിന്റെ കവറിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കവറിൽ വെച്ചിട്ടോ അങ്ങനെയാണ് അത് പരത്തിയെടുക്കല്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാട്ടോ പരത്തിയെടുക്കുന്നത്. കാരണം ഒറോട്ടിന്റെ അത്ര വലുപ്പത്തിലല്ല നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് ചെറിയ രീതിയിലാട്ടോ ചെയ്യുന്നത്. ഇതിപ്പോ വീഡിയോ കാണുന്ന അത്രയും വലുപ്പമില്ല, അത് അടുത്തുനിന്ന് എടുക്കുന്നതുകൊണ്ട് ഇത്ര വലുപ്പത്തിൽ കാണുന്നതാ. നമ്മളെ കയ്യിൽ വെക്കാൻ പറ്റുന്ന ആ ഒരു വലുപ്പത്തിനേ ഉള്ളൂ. അപ്പൊ ഇതാ ഈ ഒരു രീതിയിൽ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. ഇത് നന്നങ്ങനെ നേരിയതാക്കിയിട്ട് പരത്തണ്ട, ഈ ഒരു തിക്നെസ്സോട് കൂടിയിട്ട് അങ്ങനെ പരത്തി കൊടുക്കാം. അപ്പൊ ഇതാ ഞാനൊരു 7 എണ്ണം പരത്തി എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ഒരു സൈഡിലായി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ ഇതാ ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യണം, കാരണം എങ്കിൽ മാത്രമേ ഉള്ളു വേവുള്ളൂ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പുറമാകെ അങ്ങ് കരിഞ്ഞു പോകും, ഉള്ളങ്ങ് വേവാണ്ടായി പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തിട്ടെടുക്കാം. ഇത് 1-2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു വിട്ടിട്ട് അങ്ങനെ ചെയ്തിട്ടെടുത്താൽ മതി. ഇത് കുറച്ചൊന്ന് ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടുണ്ടാവും. അപ്പം പിന്നെ കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടാൻ പറ്റൂല. അപ്പൊ ഈ ഒരു രീതിയിൽ ഒരു പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് പേപ്പർ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു രീതിയിൽ ഒന്നിങ്ങനെ ഒന്ന് പൊങ്ങി വരും. അപ്പൊ ഉള്ളു വെന്തോണ്ടാട്ടോ അങ്ങനെ ഒന്ന് പൊങ്ങി വരുന്നത്. അപ്പൊ അത് അവിടുന്ന് ആയി വരുന്ന ആ ഒരു ടൈമിലേക്ക് നമുക്ക് തേങ്ങാപ്പാലൊന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. ഞാനിതാ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല കട്ടിയുള്ള പാലാട്ടാണ് എടുത്ത് വെച്ചത്. 1-ാം പാല് 2-ാം പാല് അങ്ങനെ ഒന്നുമില്ല, നല്ല കട്ടിയിൽ കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഒന്ന് കാച്ചി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ RKG ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 5 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഉള്ളി ഒന്ന് ഈ RKGയിൽ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് അത് നമുക്ക് തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഇതാ ഉള്ളി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പത്തിരി ആക്കി എടുത്ത ശേഷം നമുക്ക് പത്തിരി ചൂടോടുകൂടി തന്നെ ഈ തേങ്ങാപ്പാലിലേക്ക് ഇട്ട് വെച്ചു കൊടുക്കണം. അപ്പൊ അതുകൊണ്ടാണ് പത്തിരി കുറച്ച് ആയ ശേഷം നമ്മൾ തേങ്ങാപ്പാൽ അങ്ങനെ റെഡിയാക്കി വെക്കുന്നത്. അപ്പൊ ഇതാ ഏകദേശം ഇത് വെന്ത് നല്ലോണം വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു മാറ്റണം. എടുത്തു മാറ്റി കൊടുക്കുന്ന മുമ്പേ ഇതൊന്ന് പേപ്പർ വെച്ചിട്ട് തന്നെ ആ സൈഡിലെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഈ ഒരു രീതിയിൽ അങ്ങനെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി.
നമുക്ക് അടുപ്പത്ത് നിന്ന് എടുത്തപാട് വേഗം ആ ഒരു തേങ്ങാപ്പാലിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ എല്ലാം ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് തേങ്ങാപ്പാലിലേക്ക് നമുക്കൊന്ന് ഇട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് മാറ്റിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ കുറച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ചെയ്യുന്ന അനുസരിച്ചിട്ട് തേങ്ങാപ്പാലിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ചെയ്തതെല്ലാം ഞാൻ ഈ തേങ്ങാപ്പാലിലേക്ക് ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പാൽ വട്ടപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഒരു തട്ടുകട സ്റ്റൈൽ ബീഫ് കറി ചെയ്തത്. അതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. ഇത് നല്ലൊരു കോംബോ ആട്ടോ. ഈ ഒരു വട്ടപ്പത്തിരിയും അതുപോലെ തട്ടുകട സ്റ്റൈൽ ആ ഒരു ബീഫ് കറിയും നല്ല കോംബോ. ഇതിൻ്റെ കൂടെ ബീഫ് ആയാലും ചിക്കൻ ആയാലും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. അപ്പോൾ പാൽ വട്ടപ്പത്തിരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.